ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയുമ്പോൾ തെറ്റിപ്പോകുന്നു, വീണ്ടും വീണ്ടും മിസ്റ്റേക്ക് വരുന്നത്. എന്തേലും ആട്ടെ. അപ്പോൾ കുമരകം സ്റ്റൈൽ മത്തി തേങ്ങ അരച്ച കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. തേങ്ങ, മത്തി ക്ലീനായിട്ട് വെച്ചിരിക്കുന്ന മത്തി, മാങ്ങ, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് മീൻകറിക്ക് വേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തൊലി പൊളിച്ച് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഐസ് പോകാനായിട്ട് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ അത് സാധനമല്ല അരിഞ്ഞ് വരുമ്പോഴത്തേനും മീൻ ഐസ് പിടിച്ചിരിക്കും, പോകത്തില്ല, പിന്നെ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ആദ്യം തന്നെ ആയുധം മൂർച്ച കൂട്ടി തുടങ്ങാം. ഇതിപ്പം കത്തി മൂർച്ച കൂട്ടാനുള്ളൊരു സാധനം കേട്ടോ. ഇതെനിക്ക് ഈ അടുത്ത ഇടയിലൊക്കെ കിട്ടും. നാട്ടിൽ പോയൊരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് എനിക്കിത് കിട്ടിയത്. ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല. അപ്പോൾ ഇതിങ്ങനെ സൈഡ് തിരിഞ്ഞു പോയി കേട്ടോ. പുറകു വശം കൊണ്ടാണ് ചെയ്തത്. ഇവിടെയായിരുന്നു അതിൻ്റെ വരകളൊക്കെ ഇരുന്നത്. അപ്പോൾ ഈ വശത്ത് ഇതിൻ്റെ അകത്തൊരു തരിതരിയുണ്ട്. അത് ഞാനങ്ങ് ഓർത്തില്ല. ഉരച്ചങ്ങ് തുടങ്ങി, ആവേശം മൂത്തങ്ങ് ഉരച്ച് തുടങ്ങി, സൈഡ് മാറിപ്പോയി. അപ്പോൾ നോക്കിയില്ലായിരുന്നെങ്കിൽ മൂർച്ച കൂട്ടാതെ ചുമ്മാ കത്തി ഉരച്ചത് വെറുതെ ആയേനെ. അപ്പോൾ സൈഡ് ശരിയായി കത്തി അങ്ങോട്ട് ഉരച്ചുകൊണ്ടിരിക്കുക. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന അരകല്ലിൻ്റെ സൈഡിലും ഇങ്ങനെ ഉരച്ചൊക്കെയാണ് നാട്ടിൽ ഞാൻ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിലിപ്പോൾ ഇവിടെ മസ്കറ്റ് വന്നതിന് ശേഷം ഇപ്പം അരകല്ലിന് ഓടാൻ പറ്റത്തില്ല, അരകല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ കത്തി മൂർച്ച കൂട്ടുന്നു. മൂർച്ച വന്നിട്ടുണ്ട്, എന്നാലും ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ മൂർച്ച കൂട്ടുക കേട്ടോ. അപ്പോൾ മൂർച്ച കൂട്ടൽ കഴിഞ്ഞു. ഇതിങ്ങോട്ട് ഇതുപോലെ നമ്മുടെ കത്തി പോലെ തന്നെ ഒരു സാധനമാണ്. ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടോ കാണണേ. ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചു. ഇനി ചത്തേണ്ടത് മാങ്ങ ഇട്ടുള്ള മീൻകറി കുമരക സ്റ്റൈലിലാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോണേ. അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെത്തി, ഇത് കടയിൽ നിന്ന് മേടിച്ച, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്തൊന്നും അല്ലെ അയലൊക്കത്തെ വീട്ടിലെ മാവുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് മാങ്ങ മേടിക്കുമല്ലോ, മാങ്ങ ചോദിച്ച് മാവേന്ന് പറിച്ചിട്ട് തോട്ടിയും കൊണ്ട് പോയി മേടിച്ച് അങ്ങനെയൊക്കെയാണ് മാങ്ങ ഇട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇവിടെ എല്ലാം കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു. പിന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ വിദേശത്തോട്ട് മാറുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം മരത്തേന്നും പ്ലാവേന്നും ഒക്കെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിതൊക്കെ ഫ്രീ ആയിട്ട് അയലക്കത്തെ വീട്ടിൽ നിന്നും കല്ലെറിഞ്ഞും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ആണല്ലോ എന്ന് ഓർക്കുമ്പം ഒരു എന്താ പറയുന്നത്, ഒരു വിമ്മിഷ്ടം. അപ്പം ഞാനിത് മുറിച്ച് വീഡിയോ അങ്ങ് ബോറാക്കുന്നില്ല. ഞാനിത് മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. മാങ്ങ മുറിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ സൈഡിലിരിക്കട്ടെ. അടുത്തത് ഇഞ്ചിയാണ് എടുക്കേണ്ടത്. ഇതൊരു പ്രത്യേകം നമ്മുടെ നാട്ടിൽ ഇഞ്ചിയല്ല, ഇത് ചൈനീസിൻ്റെ, അതായത് ചൈനക്കാരുണ്ടാക്കുന്ന ഇഞ്ചിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കാശ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാലും ഇതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചത് അതേപോലെ ഒരു വാടോ ഇല്ല, കളറും ചേഞ്ച് ആവില്ല, ചുരുങ്ങത്തുമില്ല, ഉണങ്ങത്തുമില്ല, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നമുക്കിത് കാണുമ്പം മനസ്സിനൊരു സന്തോഷമായി, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇതിനൊരു പ്രശ്നവും ഇല്ല, ഇതൊന്നും കേടായിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്, നമ്മുടെ കാശ് കൊടുത്തതിന് ഗുണമുണ്ട് എന്നുള്ളൊരു രീതിയാണ് എനിക്ക് തോന്നുന്നത് അവരുദ്ദേശിക്കുന്നത്. ഇപ്പം അത് തെറ്റാണെങ്കിൽ എൻ്റെ തോന്നൽ മാത്രമായിട്ടാണ്. നമ്മുടെ മുടക്കിയ കാശിന് ഏത് നേരം നോക്കിയാലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതായത് കാശ് കൊടുത്ത് മേടിച്ച സാധനം അങ്ങനെ അതിന് ഇരിപ്പുണ്ട്, കേടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ചില പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം 1-2 പീസ് മാറി ഈ വാടി അങ്ങ് തുടങ്ങുമ്പോഴത്തേനും നമുക്കങ്ങ് വിഷമാവത്തില്ല. ഈ കാശ് കൊടുത്ത് അത്ര മേടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പിന്നെ അത് മേടിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, അതങ്ങ് വാടിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമവും വരും. പക്ഷെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഈ ചൈനക്കാരുടെ സാധനം, ഈ ഇഞ്ചിയൊക്കെ കൂടുതലും ഞാൻ ഇതാട്ടോ മേടിക്കുന്നത്. അപ്പം നമുക്ക് തുടക്കം തൊട്ട് ഇത് ഉപയോഗിച്ച് തീരുന്നോടം വരെ നമുക്ക് യാതൊരു പ്രശ്നമില്ല, വിഷമവും ഇല്ല, ഒരു വെപ്രാളവും ഇല്ല, ഒരു കുത്തലും ഇല്ല മനസ്സിന്. ഇങ്ങനെ തന്നെ ഇരുന്നോളും ഈ സാധനം. ഇഞ്ചി മാത്രമേ ഞാൻ കൂടുതൽ മേടിക്കാറുള്ളൂ. വെളുത്തുള്ളി അങ്ങനെ മേടിക്കും. വെളുത്തുള്ളി വേറെ രസമുണ്ട്, അതും ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഞാൻ മേടിക്കാറില്ല. വെളുത്തുള്ളി ഞാൻ ഇന്ത്യൻ സാധനം മാത്രമേ മേടിക്കാറുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ചെത്തി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ഇഞ്ചി മാങ്ങായും എല്ലാം കഴുകിക്കൊണ്ട് വന്നു. ഇതിനി അരിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ ഇഞ്ചി ഇതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുക. ഇനി അടുത്തത് ചിരണ്ടേണ്ടത്, ചിരണ്ടല്ല പൊളിക്കേണ്ടത് വെളുത്തുള്ളി. ഇത് നമ്മളെ പറഞ്ഞ മാതിരി ഇത് നമ്മുടെ സാധനം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന കൂട്ട് സാധനം കേട്ടോ, വെളുത്തുള്ളി കേട്ടോ. ഇത് നല്ല സാധനം. മറ്റേതെന്ന് പറഞ്ഞാൽ ചൈനക്കാരുടെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറിടാൻ മേടിക്കുന്ന നമ്മുടെ നാട്ടിലൊരു തരം വെളുത്തുള്ളി ഉണ്ടല്ലോ, വലിയ വെളുത്തുള്ളി, ചക്കക്കുരു പോലെ ഇരിക്കുന്ന വെളുത്തുള്ളി. അപ്പോൾ അതാണ് ഇവിടുത്തെ ചൈനക്കാരുടെ വെളുത്തുള്ളി. അപ്പം നമ്മൾ പോകുമ്പം ഒരേ തന്നെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ഇരിക്കും. പക്ഷെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇഞ്ചി മാത്രമേ ചൈനക്കാരുടെ മേടിക്കുള്ളൂ. അതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ നമ്മൾ വാടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈ വെളുത്തുള്ളിയിലോട്ട് കിടക്കാം. പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ ഈ വെളുത്തുള്ളി മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെളുത്തുള്ളി മുറിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നടുവ് ഈ വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഈ നടുക്കായിട്ട് ഈ ഒരു വരയ്ക്കല്ല കീറും. ഇതിങ്ങനെ ഒരു കീറൽ കീറും, ഇങ്ങനെ കീറും. അപ്പം എൻ്റെ വല്യമ്മ കാണിക്കുന്ന കണ്ട് എൻ്റെ മമ്മി പഠിച്ചു, എൻ്റെ മമ്മി ഒക്കെ ചെയ്യുന്ന കണ്ട് ഞാനും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ നടുക്കൊരു കീറൽ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ രണ്ടായിട്ട് പൊളന്നു വരും. ഇങ്ങനെ പൊളന്നു വരും. എന്നിട്ട് ഈ പൊളന്നതിൻ്റെ നടുക്കൊരു ഈ കോല് പോലെ സാധനം, കോലല്ല എവിടെയെങ്കിലും പിടിക്കാൻ കിട്ടുന്ന ഭാഗം, തോല് പിടിക്കാൻ കിട്ടുന്ന ഭാഗത്തു നിന്നിട്ട് ഈ വെളുത്തുള്ളി ഇങ്ങോട്ട് പൊളിച്ചിങ്ങെടുക്കണം. അപ്പം അതിൻ്റെ തോല് ഇതാണ്ടോ, ഒരെണ്ണത്തിൻ്റെ പോകുന്നില്ല. ഇത് പോന്നു, ഈ താഴെ പോയതിൻ്റെ പോന്നു. ഇതിങ്ങനെ അതായത് ഉടുപ്പില്ലാത്ത മാതിരി ഇങ്ങ് പോരും. അപ്പം അടുത്ത ബാക്കി പൊളിക്കട്ടെ. ഇതിൻ്റെ പൊളിന്ന് പോന്നു. ഇനി ഇത് പൊളിച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് തേങ്ങയ്ക്കുള്ള അരപ്പുണ്ടാക്കാം. അത് തേങ്ങയ്ക്കുള്ള അരപ്പല്ല, മീൻകറിക്കുള്ള തേങ്ങയുടെ അരപ്പുണ്ടാക്കാൻ പോവുക. അപ്പോൾ ആദ്യം തന്നെ ഈ മുറിച്ച് വെച്ച് ഞാൻ ഇടയ്ക്കൊന്ന് മുറിച്ചായിരുന്നു, ക്യാമറ ഓഫായിട്ട് ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒത്തിരി ലോങ് ആയിപ്പോവും, വൃത്തിയുടെ മൊത്തം ബോറായിപ്പോവും. അല്ലെങ്കിൽ തുടക്കത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അരിയൊന്നും എടുത്തില്ല. അപ്പോൾ ഇത് കണ്ടു, ഇതിങ്ങനെ കാണാവോ? ഇത് വെളുത്തുള്ളി അല്ല, ഇത് ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇതിങ്ങനെ ഒന്നിച്ചിപ്പോൾ മിക്സാക്കി കിടക്കും. അപ്പം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ടു. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ തേങ്ങയുടെ ഐസൊന്നും പോയിട്ടില്ല, ഇനി കുത്തി ഇളക്കിയിട്ട് വേണം ലേശം തേങ്ങ എടുത്തതിൻ്റെ അകത്തേക്ക് ഇടാൻ. അപ്പോൾ എടുക്കണം അപ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എന്താ പേര് എടുക്കേണ്ടത്, മഞ്ഞപ്പൊടി മുളക് പൊടി എടുക്കണം. പേരെല്ലാം മറന്നു പോവുക ടെൻഷൻ കാരണം. എന്തൊരു കഷ്ടം നോക്കാം. അല്ലെങ്കിൽ ഇത്രയും വിൽക്കും ഇവരൊക്കെ ഒന്നിച്ച് വരത്തില്ല. ഇതിപ്പോൾ സിനിമയിൽ പറയുന്നത് കറക്റ്റാണ്. വീഡിയോ എടുക്കാൻ തുടക്കമുള്ളവർക്ക് ഇതുപോലെ വിൽക്കും ഇവരൊക്കെ എല്ലാവരും ഒന്നിച്ച് വരും. എന്തൊരു കഷ്ടം നമുക്ക്. ലേശം മഞ്ഞപ്പൊടി പറയുന്നതൊക്കെ ശരിയാട്ടോ. മഞ്ഞപ്പൊടി വിസ്തരിച്ചൊന്ന് സമയം എടുത്ത് പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല, തെറ്റിപ്പോവും. മീൻ ഇവിടെ ഇരിക്കുക, അതിൻ്റെ ഇത് പോകാനായിട്ട്, ഐസ് പോകാനായിട്ട്. അപ്പം മുളക് ഒരെണ്ണേ പച്ചമുളകുള്ളൂ, ഒരു മുളക് പഴുത്തു പോയി. അപ്പോൾ ഉള്ള മുളക് അങ്ങോട്ട് ഇടുക. ഇതൊരു രസത്തിന് ഇടുന്ന കേട്ടോ. ഇനി മുളക് പൊടി എടുത്തില്ല, മുളക് പൊടിയും കൂടി ലേശം ഇടണം. എന്നാലേ ഒരു കളറൊന്ന് ശരിയാവുള്ളൂ. കൈയൊക്കെ തെന്നി പോകുന്ന മുളക് കഴുകിയ വെള്ളം കയ്യിലിരിപ്പുണ്ട്. ലേശം മുളക് പൊടി ഇത്രയും മതി, കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണ് കുറേ കൂടെ ചെറുതാണ്. അപ്പം അതിൻ്റെ കഴിഞ്ഞു. ഇനി തുമ്മാൻ വരുന്നു, മുളക് പൊടി മൂക്കിൻ്റെ അകത്ത് കയറി. ഇതൊന്ന് കുത്തി ഇളക്കിയിട്ട് വേണ്ട തേങ്ങ ഒന്ന് എടുക്കട്ടെ കേട്ടോ. തേങ്ങ എടുക്കട്ടെ.
ഇത് മതിയാവുമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ആവശ്യത്തിന് ആദ്യമേ തന്നെ എടുക്കാം, അല്ലേ പിന്നെ തേങ്ങ രണ്ടാമത് അരക്കേണ്ടുന്നൊരു ടേസ്റ്റ് മാറില്ല. തുടക്കം തന്നെ എടുത്തേക്കാം. വിട്ടു പോരുന്ന തേങ്ങയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിത്തെ ഇനിയിപ്പോൾ ഉടനെ ഒന്നും വിട്ടു പോരത്തില്ല. അപ്പോൾ ഉള്ള ആവശ്യത്തിനൊക്കെ തേങ്ങ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ തോണ്ടിക്കൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്താട്ടോ മീൻകറി വെക്കാൻ പോണേ. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ മഷി പോലെ അരയണം. ഞാനത് തലകുത്തി ക്യാമറ തിരിച്ച് പിടിച്ച് കാണിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് മീൻകറി വെക്കാതെ നടക്കില്ല. ഈ തേങ്ങ അരപ്പ് താഴെ കിടക്കും. അപ്പോൾ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. അപ്പം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മഷി പോലെ അരയണം. എന്നിട്ട് ഇത് ഇനി ഈ മാങ്ങ അരിയാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഞാനേ മൊബൈൽ ക്യാമറ ഓണാക്കിയെന്ന് വിചാരിച്ച് കുറേ അങ്ങ് സംസാരിച്ച്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ക്യാമറ ഓണാക്കിയിട്ടില്ല എന്നുള്ളത്. അടുത്തത് മാങ്ങ അരിയാനുണ്ട്. മാങ്ങ ഇങ്ങനെ ഓരോ പൂള് വീതം അരിഞ്ഞാദ്യം ഇടുക. ഓരോന്നിട്ടു. പിന്നെ അത് കുനുകുനാന്ന്, അതായത് ഒരു മീഡിയം സൈസ്, അതായത് നമുക്ക് പാത്രത്തിലും വായിക്കകത്ത് വെക്കാനും പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് അരിയുക. ഇതാണ് ഒരു പീസ്. ഈ വലിപ്പത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇത് ഞാനതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യുന്നത്. ചുമ്മാ ഒരു മോഡൽ കാണുന്നുള്ളല്ലോ യൂട്യൂബിൽ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യത്തിന് ഇത് അരിയുക. എന്നിട്ട് തേങ്ങ അരച്ചതും മാങ്ങായും കൂടെ ഇട്ട് നന്നായിട്ട് വേവിക്കണം. ഞങ്ങളുടെ കുമരകത്ത്, ഇത് എന്നെ കെട്ടിച്ച് വിട്ടിരിക്കുന്നതാണ് കുമരകത്ത്. എൻ്റെ സ്വന്തം വീട് മൂവാറ്റുപുഴ അടുത്താണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അയലക്കത്തുള്ള ഞങ്ങളുടെ വീട് ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാ ദിവസവും മീൻ ഉണ്ട്, ഒരു കറി. അതൊരു മെയിൻ കറിയാണ്. മീൻ കറിയാണ് ഒരു മെയിൻ കറി. പിന്നെ എളുപ്പത്തിന് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടെങ്കിൽ തേങ്ങ അരച്ചങ്ങ് മീൻ കറി വയ്ക്കും. അപ്പോൾ തേങ്ങ അരച്ചുള്ള പുളിങ്കറി എന്ന് പറയും ചില സ്ഥലത്ത്, അല്ലെങ്കിൽ ഒഴിച്ചു കറി. അപ്പോൾ അതിന് തുല്യമായിട്ടാണ് തേങ്ങ അരച്ച് വെക്കുന്നത്. മൊത്തത്തിൽ തെറ്റിപ്പോകണമോ എൻ്റെ ദൈവം, എന്താവുമോ എന്നറിയത്തില്ല. അവസാനം മീൻ കറി ആവും. പറയുന്നതെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞു പോണേ. അപ്പം ഇതൊരു മെയിൻ കറിയാണ്. അപ്പം ഞങ്ങൾക്ക് ആ സമയത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടുതൽ കറിയൊന്നും ഉണ്ടാക്കണ്ട, എളുപ്പമുണ്ട്. ഈ തേങ്ങ അരച്ചൊരു മീൻ കറിയും പിന്നെ ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നങ്ങ് വയ്ക്കും. അപ്പോൾ അന്നത്തെ ദിവസത്തെ പണി അങ്ങ് തീരും. ഒട്ടുമിക്ക എല്ലാ കുമരകത്തുള്ള മനുഷ്യന്മാരും എൻ്റെ അറിവിൽ ഇങ്ങനത്തെ ഒരു എളുപ്പപ്പണിയാണ് കാണിക്കണേ. കാരണം എല്ലാവർക്കും മീൻ ഇഷ്ടമാണല്ലോ, പല രീതിയിൽ കഴിക്കണമെന്നുള്ള. ചിലർക്ക് വറുത്ത് കഴിക്കണം, ചിലർക്ക് മുളകിൻ്റെ ചാറത്തത് ഇത് കുടംപുളി ഇട്ട് മീൻകറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഞങ്ങൾ കൂടുതൽ തേങ്ങ അരച്ചങ്ങനെ കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസമൊന്നും തേങ്ങ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമേ തേങ്ങ അരച്ച് വെക്കുന്നുള്ളൂ. എൻ്റെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് അമ്മമാരും ചേച്ചിമാരും എല്ലാം ഇങ്ങനെ അങ്ങ് മുളകിട്ടങ്ങ് വെക്കും. പിന്നെ അത് ഉണ്ടാക്കുന്ന ദിവസം കഴിക്കാൻ പറ്റത്തില്ല, പിറ്റേ ദിവസമാണ് പുളി പിടിച്ച് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് നമ്മൾ വളർന്നത്. പക്ഷേ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴേക്ക് എളുപ്പപ്പണി കണ്ടുപിടിച്ച് അവരുടെ നാട്ടിലുള്ള സകല മനുഷ്യർ ഇതുപോലെ തേങ്ങ അരച്ചങ്ങ് വെച്ച് കഴിയുമ്പം പിന്നെ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ വെച്ചാൽ മതി. അതായത് നോൺ വെജ് ആയിട്ട് മീനിൻ്റെ ഈ തേങ്ങാച്ചാറിൽ കിടക്കുന്ന മീനുണ്ട്, ചാറായിട്ട് തേങ്ങാച്ചാറുണ്ട്, പിന്നെ ഒരു മെഴുക്കുവരട്ടിയോ തോരനോ ഉണ്ടാക്കിയാൽ മതി. എക്സ്ട്രാ ഒരേ ഒരു സൈഡ് ഡിഷ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഈ മെഴുക്കുവരട്ടിയോ തേങ്ങ വെച്ചല്ല മെഴുക്കുവരട്ടിയോ തോരനോ ആയിട്ട്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ഞാനിതിങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ നാട്ടിൽ ഇതുപോലെ എളുപ്പപ്പണി ഒത്തിരി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പല മീൻകറി കിട്ടുമ്പോൾ തേങ്ങ അരച്ച് വെക്കുവാണെങ്കിൽ അന്നത്തെ ദിവസത്തെ പണി പിന്നെ ഇല്ല. പിന്നെ ചോറ് വെക്കുന്ന മാത്രം. ചോറ് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ട് നിൽക്കുകയൊന്നും വേണ്ടല്ലോ. കൈയും കുക്കറിൻ്റെ അകത്തോ അല്ലെങ്കിൽ അടുപ്പിലോ കഞ്ഞിക്കലത്തിൻ്റെ അകത്തോട്ട് അരി ഇട്ടിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് തീ വെച്ച് കൊടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ ചൂട് കുറച്ചല്ല തീ കുറച്ചോ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഒരു പ്രത്യേക കറിയാട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. മത്തിയാണെങ്കിൽ ഏറ്റവും അടിപൊളി.
മത്തി തന്നെയല്ലേ നമുക്ക് കിട്ടുന്ന മീൻ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. തലമുടി ഉണ്ടെങ്കിൽ 4 വശം കെട്ടാമെന്ന് പറയുന്ന മാതിരി മീനുണ്ടെങ്കിൽ നമ്മൾ മുളകിട്ട് വെക്കോ ഇതുപോലെ തേങ്ങ അരച്ച് വെക്കോ എന്ത് വേണേലും ചെയ്യാം. അപ്പം പറഞ്ഞ് നിന്ന് എൻ്റെ മാങ്ങ അരിച്ചലെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാവേ. കൈയൊന്ന് കഴുകട്ടെ. തേങ്ങയുടെ അരച്ചിരിക്കേണ്ട പരുവം ഇതിങ്ങനെ മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടണം. അപ്പോൾ തീ കത്തിക്കാൻ പോവാണ്. ശരിയാവണില്ല. ഇപ്പം ശരിയായി. ചെറിയൊരു ബ്ലോക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതങ്ങനെ ഉള്ളു. അത് കഴിയുമ്പോൾ 2-3 ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കത്തിക്കുമ്പോഴത്തേനും പ്രശ്നമില്ല. അടുത്തായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാൻ പോവാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും ഉലുവ ലേശം ഇടണം. അത് കഴിഞ്ഞിട്ട് തേങ്ങയുടെ തേങ്ങാപ്പീരല്ലോ തേങ്ങയുടെ അരപ്പിടണം. ഉലുവായിട്ട് അധികം താമസിക്കാതെ തന്നെ തേങ്ങാരപ്പ് ഒഴിക്കണം. അല്ലെങ്കിൽ ഉലുവ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ വറന്ന് തുടങ്ങി. ഇപ്പോൾ അത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ ആവേശം കൂടിപ്പോയി, ഫോഴ്സ് കൂടിപ്പോയി, ഇത് കൂടിപ്പോയി. ബാക്കിയുള്ള തേങ്ങയുടെ പീരകൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ അകത്തേക്ക് കലക്കി ഒഴിക്കട്ടെ. വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സൈഡിൽ നിന്നും ശകലം പോലും വിടാതെ ഒഴിക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാത്തും ആയിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനിട്ട് മിക്സിയുടെ ഇത് കഴുകാനിട്ടേക്കുക. നല്ല ചൂട് വെള്ളത്തിന്. അപ്പോൾ ഇതിവിടെ ഇന്ന് തിളക്കട്ടെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തിളയ്ക്കുന്നതിന് മുന്നേട്ട് മാങ്ങ ഇടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉപ്പ് എന്തിൻ്റെയൊക്കെയോ കുത്തൽ വരുന്നു. അപ്പോൾ മാങ്ങ ഇങ്ങോട്ട് ഇടാൻ പോവുക. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ലേശം ഉപ്പിടണം. ഈ പുളിക്ക് പകരമാട്ടോ മാങ്ങ ഇടുന്നത്. ഇനി ഉപ്പ്, ഇനി അതിട്ടു, ഉപ്പിട്ടു. ഇനി അത് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യണം. നാട്ടിൽ പോയപ്പോൾ കുറച്ച് കരിയാപ്പല ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ലേശം കരിയാപ്പല എടുത്തിട്ട് കഴുകിയിട്ട് ഈ മീൻകറിക്കകത്ത് ഇടണം. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ. ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് കളറൊക്കെ ചേഞ്ചായി പോകുന്നതാണ്. പിന്നെ ഇവിടെ കരിയാപ്പലയ്ക്ക് ഭയങ്കര വിലയാട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഇട്ടിട്ട് കാണാം. അപ്പോൾ മത്തി ഇങ്ങനെ മുഴുവത്തോടെ ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പീസ് കിട്ടത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് പുളിയും ഉപ്പൊന്നും കയറത്തില്ല. അപ്പോൾ ഇതിനെ ഒന്ന് 2 പീസായിട്ട് മുറിച്ച് ഇങ്ങനെ 2 പീസായിട്ട് ഒരെണ്ണത്തിന് 2ആയിട്ട് മുറിച്ച് ഇട്ടിട്ട് അങ്ങോട്ട് ഈ അരപ്പിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുക. അപ്പം ഞാനിതൊന്ന് മുറിക്കട്ടെ. അപ്പം ഇതിങ്ങനെ ചെറിയ മത്തി മേടിക്കാൻ കിട്ടും. അതിനെന്തോ ഒരു പേര് പറയും കേട്ടോ. വട്ടമത്തി എന്നാണോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ചെറിയ മത്തിക്ക്. അപ്പോൾ അത് മേടിച്ച് ഈ തേങ്ങ അരച്ച് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഇങ്ങനെ വറക്കാനൊക്കെ ആയിട്ട് കിട്ടുന്ന മത്തിയാണ്. ഇതാണ്ട് ഈ സൈഡ് ഇതിനേക്കാളും ചെറുതായിട്ടാണ് വട്ടമത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത്. അപ്പോൾ അത് കിട്ടും. അത് വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പോൾ അത് തന്നെ വേണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളത് വെച്ച് കഷ്ണങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. കഷ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് കളയട്ടെ. ഇങ്ങനെ അരപ്പിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കറക്റ്റ് രീതിയിലൊന്ന് വേകാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ് വിട്ടിട്ട് മീൻ ശരിയായി കഴിഞ്ഞിട്ട് കാണാം. തിള വന്ന് തുടങ്ങി. അതൊന്ന് മിക്സ് ചെയ്തു ശരിക്കും. ഇനി ഒന്ന് തിളച്ച് പരുവായി കഴിയുമ്പോഴത്തേനും കാണാം. അല്ലാതെ തേങ്ങയിട്ട മീൻകറി, കുമരകം മീൻകറി അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി മാങ്ങ ഒക്കെ അടിപൊളി വെന്തിട്ടുണ്ട്. സ്പൂൺ നോക്കിയിട്ട് കാണുന്നില്ല. ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഭയങ്കരമായിട്ട് തിളച്ചിരിക്കണം. മുന്തിയിട്ട് വേണം, അല്ലെങ്കിൽ വായ
ചെയ്യേണ്ടേ വരത്തില്ല. ഊതുന്നുണ്ട്, അല്ലെങ്കിൽ വാ പൊളിക്കും, കാണത്തില്ല. കൈനെ തിരിച്ച് പിടിച്ച ഒരെണ്ണം കണ്ടില്ല. തോന്നുന്നു ലേശം ഉപ്പ് വേണം. ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. പുളിക്കുള്ളത് മാങ്ങ ഉണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചങ്ക ചക ചക. ഇത് മതിയോ എന്നറിയത്തില്ല. തിളച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം. അപ്പം മീൻകറി എല്ലാം ആയി കഴിഞ്ഞു, കാണാലോ അല്ലേ? അപ്പോൾ ഇനി അതൊന്ന് സെറ്റായിട്ട് ചൂടെല്ലാം ആറിക്കഴിഞ്ഞിട്ട് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉപ്പ് വേണമെന്ന് ചൂടെല്ലാം ആറിക്കഴിയുമ്പോഴേ നമുക്ക് വീണ്ടും നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതവിടെ നിന്ന് ആറട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിലല്ല കേട്ടോ, ഷെയർ ചെയ്യണേ, എന്നാലേ എനിക്കും യൂട്യൂബിലൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.